നമ്മളെ ചാനലിലെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ലേ? ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുക്കർ ബിരിയാണി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അതിന് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ബാക്കി ഇത് നമുക്ക് തൈര് കിട്ടിയിട്ടുണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചെറുള്ളി ചേർക്കുന്നതാണ്. 1 സ്പൂണ് ചെറുള്ളി ചേർത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ്, ആവശ്യത്തിന് വേണ്ട ഉപ്പ്. മഞ്ഞപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഒന്നിച്ച് ചതച്ച് വെച്ചതാണ്. പിന്നെ പുതിന ഇല, മല്ലിയില. പുതിന ഇല കിട്ടിയിട്ടുണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ ചേർക്കുന്നത്. ബാക്കി നമുക്ക് പിന്നെ ചേർക്കാം. 1 സ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. ഇതിൽ കൂട്ടെല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി കൈ കൊണ്ട് നന്നായി മിക്സാക്കി വെക്കാം. അരമണിക്കൂർ നമ്മൾ അടച്ചു വെക്കുന്നുണ്ട്. ഉള്ളി വറുക്കാൻ വെച്ചിട്ടുണ്ട്. ഉള്ളിയും പിന്നെ കൊരട്ട, മുന്തിരി ഇതെല്ലാം പൊരിച്ചെടുക്കുന്നതാണ്. കുക്കർ നമുക്ക് ബിരിയാണിയുടെ മുകളിലിടാൻ വേണ്ടിയിട്ടില്ലേ, ഉള്ളി പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചത്. ഞാൻ ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ 1 സ്പൂണ് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഇടുന്നുണ്ട്. കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്, ഉള്ളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഉള്ളി നല്ല പാങ്ങിൽ വാടി വന്നിട്ടുണ്ട്. ഞാനിതിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ചേർക്കുന്നുണ്ട്. തക്കാളി ചേർക്കുന്നുണ്ട്. പച്ചമുളക് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിനി, അതും കൂടി ചേർക്കുന്നുണ്ട്. ചിക്കനും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. മിനിറ്റ് സമയം ഇത് നല്ല പാങ്ങിലൊന്ന് ഇളക്കി, നല്ല പാങ്ങിൽ വെന്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. ഇത് ജീരകശാല അരിയാണ്. ഇത് 2 കപ്പ് അരി എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിന് 2 കപ്പ് വെള്ളവും കൂടി ഞാൻ എടുക്കുന്നുണ്ട്. 2 കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ തിളക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് പിന്നെ നോക്കാം നമുക്ക് കുറവുണ്ടോ എന്നുള്ളത് വെള്ളത്തിന്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നമ്മൾ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക്
പുതിന ഇല ചേർക്കുന്നുണ്ട് ഞാൻ. മല്ലിയിലയാണ് ഞാൻ ചേർത്തത് കേട്ടോ. നമുക്ക് പുതിന ഇല കിട്ടിയിട്ടില്ല, അതുകൊണ്ട് മല്ലിയില ചേർത്തു. പിന്നെ ചെറുള്ളി നീരും കൂടി ചേർക്കുന്നുണ്ട്. ആമീൻ. മുന്തിരിയും പിന്നെ ഉള്ളിയും കൂടി ഞാൻ ഇതാക്കി വഴറ്റി വെച്ചിട്ടുണ്ട്, അതിന് വറുത്ത് വെച്ചിട്ടുണ്ടായതും കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് അരി ചേർക്കുന്നുണ്ട്. തീ കൂട്ടി വെച്ചിട്ട് ഒരു വിസിൽ അടിക്കുമ്പോൾ നമ്മളെ ബിരിയാണി റെഡിയാവും. ബിരിയാണി റെഡിയായോ നോക്കുന്നുണ്ട് ഞാൻ. അങ്ങനെ ഉണ്ട് നോക്കാം. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉള്ളി ലേശം വഴറ്റിയത് ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. നമ്മളെ കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റ് എങ്ങനെയാണെന്ന് ഇതിൻ്റെതൊന്ന് നോക്കുന്നു ഞാൻ. നല്ല ടേസ്റ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മൾ ഒന്ന് കമൻ്റ് ഇടാം കേട്ടോ. അപ്പോൾ വീണ്ടും നാളെ ഒരു നല്ല വീഡിയോ ആയി കാണാം.